ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വാഹനം ഓടിക്കുന്നവരെല്ലാവരും ചെരുപ്പൊക്കെ ഇട്ട് ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ ഷൂ ഒക്കെ ആയിരിക്കും അധികം, ഷൂവും മറ്റേ ചെരുപ്പുകളൊക്കെ ആയിരിക്കും എല്ലാവരും അധികം ഉപയോഗിക്കണം. അപ്പോൾ അത് നമ്മൾ ഈ ക്ലച്ച് ചവിട്ടുമ്പോൾ ചിലർ ചവിട്ടുന്നത് പ്രത്യേകത ഈ കല്ലിൻ്റെ അത് ഞാൻ കാണിച്ചു തരാം, നോക്കാം നമുക്ക്. ഇതുണ്ട്, ഇത് ക്ലച്ച് ചവിട്ടുമ്പോൾ നമ്മുടെ കാലിൻ്റെ നമ്മൾ ചിലർ ചവിട്ടുന്ന കാലിൻ്റെ ഈ ഭാഗം ഉണ്ട്, ഈ തള്ളവിരൽ പാകുന്ന ഭാഗം കൊണ്ട് നമ്മളിങ്ങനെ ചവിട്ടും. കാല് ചവിട്ടി താത്തിയിട്ട് നമ്മളത് എടുക്കുമ്പോൾ ഈ ചെരുപ്പ് ഏതെങ്കിലും ഇവിടെ നമ്മുടെ ചെരുപ്പിൽ ഉപ്പൂറ്റി ഇവിടെ ഇങ്ങനെ ഉടക്കിയിരിക്കും. അപ്പോൾ കാലോട് ഫുള്ളും ഇങ്ങോട്ട് പോരില്ല, ഫുള്ളും ഇങ്ങോട്ട് റിട്ടേൺ ഇങ്ങോട്ട് വരത്തില്ല. അവിടെ പകുതി അവിടെ ഉടക്കി നിൽക്കും. ഇങ്ങനെ ക്ലച്ച് ഫുള്ള് നമുക്ക് കാലെടുക്കാൻ പറ്റാതെ വരും, ഇങ്ങനെ ഉടക്കി നിൽക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വണ്ടി നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കാലെടുത്തിട്ട് വണ്ടി ഇങ്ങനെ വണ്ടി നീങ്ങാതെ ആക്സിഡൻറ്റ് കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ RPM കൂടി ഇറക്കും, വണ്ടി ഇങ്ങനെ ഇറക്കുന്ന സംഭവം വരും. അപ്പോൾ കാല് ഫുള്ളായിട്ട് നീങ്ങണം. അപ്പോൾ അതുകൊണ്ട് ഈ ക്ലച്ച് നമ്മൾ എപ്പോഴും ചവിട്ടുമ്പോൾ ഈ കാലുണ്ടല്ലോ, ഈ കാലിൻ്റെ വിരൽ ഭാഗമല്ല, ഈ കാലിൻ്റെ നമ്മളിങ്ങനെ പകുതിക്ക് കയറ്റി നമ്മുടെ കാലിൻ്റെ ഇതിൻ്റെ ഒരു പകുതി വിരലും കഴിഞ്ഞ് കുറച്ചുകൂടെ കയറി വന്ന് ഫുള്ള് അങ്ങോട്ട് ചവിട്ടി താത്താൻ പാകത്തിന് ഉണ്ട്. അപ്പോൾ റിട്ടേൺ എടുക്കുമ്പോൾ കണ്ടോ കാല് വരണുണ്ട്, റിട്ടേൺ എടുക്കുമ്പോൾ കണ്ടോ ഉപ്പൂറ്റിയുടെ ഭാഗം, നമ്മുടെ ചെരുപ്പിൻ്റെ ഉപ്പൂറ്റിയുടെ ഭാഗം അവിടെ ഉടക്കില്ല, കറക്റ്റായിട്ട് ഫുള്ള് പൊങ്ങിപ്പോരും. ഉണ്ടോ, ഇങ്ങനെ ചവിട്ടണം. അല്ലാതെ നമ്മളിങ്ങനെ കാലിൻ്റെ അറ്റം കൊണ്ട് ചവിട്ടിയിട്ട് റിട്ടേൺ എടുക്കുമ്പോൾ ഈ ചെരുപ്പോടെ ഉടക്കിയിരിക്കും. ചെരുപ്പ് ഉടക്കിയിട്ട് ക്ലച്ച് ഇങ്ങനെ ഫുള്ള് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റാതെ വരും. അതിങ്ങനെ ഉടക്കി എന്നിട്ട് പകുതിക്ക് അവിടെ നിൽക്കും. അപ്പോൾ ആക്സിഡൻറ്റ് കൊടുക്കുന്ന സമയത്ത് വണ്ടി ഇങ്ങനെ റൈസ് ആവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നമ്മളിപ്പോൾ വണ്ടി ഓടിക്കാൻ പഠിക്കുന്നവരാണെങ്കിലും അല്ലാതെ ഇപ്പോൾ ചെരുപ്പിട്ട് ഉപയോഗിക്കുന്നവരൊക്കെയാണ് ഇങ്ങനെ ചവിട്ടുന്നവരുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക. അത് കൃത്യമായിട്ട് ഇങ്ങനെ നമ്മുടെ കാലിൻ്റെ കറക്റ്റ് നടുഭാഗം അല്ലെങ്കിൽ കറക്റ്റ് ഇന്ന് വിരലിൻ്റെ പാദം കഴിഞ്ഞ് കുറച്ചും കൂടി വിരൽ കഴിഞ്ഞ് കുറച്ചും കൂടി ഇങ്ങോട്ട് കയറ്റിയുള്ള ഭാഗം ഇങ്ങനെ കറണ്ട് ചവിട്ടി ഫുള്ളായിട്ട് ക്ലച്ച് ചവിട്ടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് വാഹനങ്ങൾ ഓടിക്കുക. അപ്പോൾ ഇതുപോലെ അങ്ങനെ ക്ലച്ചിന് കുറേ കംപ്ലയിൻ്റ് ഒന്നും വരില്ല. അപ്പോൾ ക്ലച്ചിൻ്റെ ലൈഫ് കൂടുതൽ കിട്ടും. ഈ നമ്മൾ വിരൽ കൊണ്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ റിട്ടേൺ വരാനൊക്കെ ഭയങ്കര താമസം വരും, ബുദ്ധിമുട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതോറും അങ്ങനെയൊക്കെ ഓടിക്കുന്ന സമയത്ത് ക്ലച്ച് പകുതി കൊണ്ട് നിൽക്കും അതിലേക്ക്. അതായത് ക്ലച്ചിൽ കാലെപ്പോഴും ക്ലച്ച് ഗിയർ ഇട്ടതിന് ശേഷം റിട്ടേൺ എടുക്കുക, പിന്നെ ക്ലച്ച് ചവിട്ടി പിടിക്കരുത്. അങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ അതിലൊക്കെ കാല് വെച്ച് ഓടിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ വിരൽ കൊണ്ടൊക്കെ ചവിട്ടി ഉപയോഗിക്കുന്നവരൊക്കെ ആണെങ്കിൽ അത് ചിലപ്പോൾ ഫുള്ള് കാര്യം ഇങ്ങോട്ട് പോരില്ല. അപ്പോൾ അങ്ങനെ ഓടുന്ന സമയത്ത് ക്ലച്ച് പെട്ടെന്ന് തീരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കാലിൻ്റെ പകുതിക്ക് വെച്ച് ചവിട്ടി താത്താനും അത് കാലെടുത്ത് മാറ്റാനും ഗിയറിന് ശേഷം മാറ്റാനും അങ്ങനെ ക്ലച്ച് കാല് വയ്ക്കാതെ വാഹനം ഓടിച്ച് പിടിക്കുക. ഓക്കെ, അപ്പോൾ നല്ല വീഡിയോ ആയി വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.